രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 79ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരെ സ്വാഗതം. ഇത് നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ 79 തൊട്ട് മുന്നോട്ട് കണ്ടു തുടങ്ങുക. സമയം കിട്ടുമ്പം പ്ലേലിസ്റ്റിൽ നിന്ന് ഒന്നേന്നെടുക്കുക. എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നാരായണീയം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ റിലീസാകും. നാരായണീയത്തിൻ്റെ മുൻഭാഗങ്ങൾ പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതി രാധാറാണി അനുഗ്രഹിച്ചാൽ റിലീസാകും. ഉടൻ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ബുദ്ധകഥകൾ ഉടൻ തന്നെ റിലീസാകുന്നതാണ്. ബുദ്ധൻ്റെ കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ. കൃഷ്ണൻ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ മോക്ഷത്തിന് വേണ്ടി ബുദ്ധൻ പറയുന്നതാണ് ധർമ്മപദം. അത് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. പിന്നെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി, അതിനെ സൂചിപ്പിക്കുന്ന വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് കാണണം. പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, ഒരു നടന്ന സംഭവമാണ് അത്. നിങ്ങൾ ബന്ധം വേർപെട്ടവരും വേർപെടാറായി ഇരിക്കുന്നവരും എല്ലാം അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു സംഗതിയാണ് അത്. ഒരിടത്തൊരിടത്ത് ഒരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ. അതേ കണക്ക് തന്നെ പ്രണയം വിജയിക്കാൻ, അത് ശരിക്കും പ്രണയിക്കുന്ന പെൺകുട്ടികൾ അത്യാവശ്യമായി കണ്ടിരിക്കണം. അതോടൊപ്പം പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും, പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺമക്കൾ ദൂരെ പോയി പഠിക്കുന്നെങ്കിൽ നിങ്ങളത് നിശ്ചയമായും കണ്ടിരിക്കണം. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, ജ്യോതിഷമുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് കൊല്ലം, തിരുവനന്തപുരം, കൊട്ടാരക്കരയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് പഠിക്കാം, ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകാം. പിന്നെ ദൂരെ കാസർഗോഡൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ 8 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അസ്ട്രോളജി ഉണ്ട്, ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലവും ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലവും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം 79ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ്, നമ്മുടെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെയും നിങ്ങളെയും സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്കും നിങ്ങൾക്കും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. രാധയുടെ പ്രണയം 79ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നമ്മൾ എവിടാണ് നിർത്തിയതെന്ന് ഓർമ്മയുണ്ടല്ലോ? ജരാസന്ധനും കൗശികനും നേർക്കുനേർ നിൽക്കുകയാണ്. ജരാസന്ധനോട് കൗശികൻ പറഞ്ഞു, ജരാസന്ധ മഹാരാജാവേ, നിങ്ങൾ ഈ കാണിക്കുന്നത് അനീതിയാണ്. ഇവിടെ നടക്കുന്ന സ്വയംവരം ഇത് കപട സ്വയംവരമാണെന്ന് പറഞ്ഞു. ക്രൂദ്ധനായ ജരാസന്ധൻ ശ്വേതകേതുവിനെ വധിക്കാൻ എഴുന്നേറ്റു. ശ്വേതകേതുവും എഴുന്നേറ്റു. ശ്വേതകേതുവിന്റെ കയ്യിൽ ശിഷ്യന്മാർ വാള് കൊടുത്തു. രണ്ടുപേരും മുഖാമുഖം നിൽക്കുന്നിടത്താണ് ഞാൻ നിർത്തിയത്. അവിടുന്ന് നമുക്ക് തുടങ്ങാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. മധുര. നിങ്ങളെ ഞാൻ മധുരയിലേക്ക് കൊണ്ടുപോവുകയാണ്. മധുരയിൽ യാദവ മുഖ്യന്മാര് ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇത് യാദവർക്കേറ്റ അപമാനമാണിത്. കുണ്ഠിനപുരത്തെ രുക്മിണിയുടെ വിവാഹം ഉറപ്പിച്ചിട്ട് സ്വയംവരത്തിന് നമ്മളെ വിളിച്ചില്ല. ഇത് അപമാനമാണ്. ഇതിന് പകരം വീട്ടണമെന്ന് പറഞ്ഞു. സാത്യകിയുണ്ട്, വിരാടനുണ്ട്, ഗദനുണ്ട്, കദ്രുവുണ്ട്, അക്രൂരനുണ്ട്, എല്ലാവരുമുണ്ട്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണനു മാത്രമേ അതിന് കഴിയൂ. ജരാസന്ധനെ തോൽപ്പിക്കുന്നതിനും ഈ രുക്മിണിയുടെ വിവാഹം അത് മുടക്കുന്നതിനും സ്വയംവരം മുടക്കുന്നതിനും രുക്മിണിക്ക് ഇഷ്ടമില്ലാത്ത സ്വയംവരം മുടക്കുന്നതിനും യാദവന്റെ അഭിമാനം വീണ്ടെടുക്കുന്നതിനും കൃഷ്ണന് മാത്രമേ കഴിയൂ. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ജരാസന്ധനെയൊക്കെ തോൽപ്പിക്കുന്നതിരിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബലം വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു കൊച്ചു രാജ്യമായ കരൂഷത്തിലെ രാജാവിനെ പോലും തോൽപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഇപ്പമില്ല. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് രഥോത്സവം നടത്തണം. രഥോത്സവം നടത്തണം, അതിന് സജ്ജമാകണം. അപ്പൊ സാത്യകി പറഞ്ഞു, ഈ രഥോത്സവവും ഈ പോകുന്ന രുക്മിണിയുടെ കല്യാണം മുടക്കി ജരാസന്ധനെ തോൽപ്പിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വലിയ ബന്ധങ്ങളുണ്ട്. രഥോത്സവം ഒരിക്കലും ഒരു കായിക വിനോദമല്ല സാത്യകി. ഇതൊരു കായിക വിനോദമല്ല. ആദ്യം രഥോത്സവം നടക്കട്ടെ. 1000 യോദ്ധാക്കൾക്ക് കഠിനമായ പരിശീലനം നൽകണം. 1000 രഥങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ശ്രീഗാലവനെ വധിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കരവീരപുരത്തുനിന്നവർ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തയച്ചിരുന്നു. അതുകൊണ്ട് 1000 സ്വർണ്ണ നാണയങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ രഥോത്സവം നടത്തണം. രഥോത്സവം നടത്തി കഴിയുമ്പോൾ ആര്യാവർത്തം ഒന്ന് നടുങ്ങും. അപ്പോൾ സൈന്യത്തിന്റെ ചുമതലയുള്ള ഗദൻ പറഞ്ഞു, അന്ന് രുക്മിണിയെ വിവാഹം കഴിക്കണം. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു വിവാഹത്തിന് ഇപ്പം തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ അധർമ്മം നടക്കുകയാണ്. രുക്മിണിയുടെ ഇഷ്ടമില്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അത് അധർമ്മമാണ്. ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സാത്യകിയും വിരാടനും നടന്നടുക്കൽ വന്നു. നടന്നടുക്കൽ വന്നതിന് ശേഷം കൃഷ്ണനോട് പറഞ്ഞു, നോക്കൂ ശ്രീകൃഷ്ണ, ഞങ്ങൾ ബൃഹദ്ബലനെ വിട്ടിരിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ കൃഷ്ണ നിന്റെ കൂടെയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരിക്കലും ഭിന്നിച്ചു നിൽക്കരുത്. ഭിന്നിച്ചു നിൽക്കുന്നവനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റും. സാത്യകി, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ബൃഹദ്ബലനെയും കൂട്ടി വരണം. നമുക്ക് രഥോത്സവം നടത്തണം. ആദ്യം സാന്ദീപ മുനിയുടെ നേതൃത്വത്തിൽ കഠിനമായ പരിശീലനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ രഥോത്സവം വിജയിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാകണം. ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ നോക്കാം. നമുക്ക് അപ്പോൾ ചോദിച്ചു, നമ്മുടെ അഭിമാനം കുണ്ഠിനപുരത്ത് പോയി രുക്മിണിയുടെ സ്വയംവരം മുടക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ക്ഷണിക്കാതെ നടത്തുന്നതാണ്. അതിന് പകരം ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ അഭിമാനം
കൃഷ്ണൻ പറഞ്ഞു, അഭിമാനം സംരക്ഷിക്കാം, അതിനാദ്യം വേണ്ടത് ശക്തിയാണ് സാത്യകി, ശക്തിയാണ്. കഠിനമായ പരിശീലനത്തിൽ ഏർപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനു പറയുന്നു, വസന്തോത്സവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന രഥോത്സവത്തിന്റെ കഠിനമായ പരിശീലനം തുടങ്ങാൻ പോവുകയാണ്. സാത്യകി പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾ എപ്പോഴെങ്കിലും ഏത് യുദ്ധത്തിന് തയ്യാറെടുത്താലും എന്നെ നിങ്ങൾ മുൻപന്തിയിൽ നിർത്തണം. അപ്പൊ കൃഷ്ണൻ സാത്യകിയുടെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, തീർച്ചയായും സാത്യകി, നിങ്ങൾ വീര്യം തുടിക്കുന്നവനാണ് നിങ്ങൾ. അങ്ങനെ മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി നാള്, ആ പഞ്ചമി നാളിൽ രഥോത്സവത്തിന് വേണ്ടി 1000 യാദവന്മാര് തീവ്രമായ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. അതിതീവ്രമായ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. ആ പരിശീലനം രഥങ്ങൾ വന്നു കഴിഞ്ഞു. ഇതിന് ഈ രഥോത്സവത്തിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. സാത്യകിയും ഉദ്ധവനും മറ്റും അവിടുന്ന് അപ്രത്യക്ഷനായി, വിരാടനും അപ്രത്യക്ഷനായി. അവിടെ ഒരു കിംവദന്തി പരന്നു, ബലരാമനുമായിട്ട് എന്തോ സ്വരച്ചേർച്ചയില്ലായ്മ വന്നിട്ടാണെന്ന്. പക്ഷേ കൃഷ്ണനൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് രഥോത്സവം നടത്തണം, നടക്കട്ടെ. പക്ഷേ കൃത്യമായിട്ട് രഥോത്സവം നടക്കുന്നതിന് 8 ദിവസം മുമ്പ് 400 രഥം, ഓരോ രഥത്തിലും ഈ 2 സൈന്യാധിപന്മാര് സർവസജ്ജമായ യോദ്ധാക്കളുമായി 400 രഥങ്ങൾ മധുരയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പോൾ മധുരാനിവാസികൾ മറ്റൊരു വാർത്തയും അറിഞ്ഞു, 400 രഥങ്ങളോടൊപ്പം കൃഷ്ണനും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇനി നമുക്ക് വരാം. ജരാസന്ധൻ പറഞ്ഞു, കൗശിക, എന്റെ അനുവാദമില്ലാതെ നീ ഇവിടുന്ന് പുറത്തു കടക്കത്തില്ല. അപ്പോൾ ശ്വേതകേതു പറഞ്ഞു, അങ്ങയുടെ അനുവാദത്തിന്റെ ആവശ്യം എനിക്കില്ല ജരാസന്ധ ചക്രവർത്തി. അങ്ങ് അത്രയ്ക്ക് ധീരനാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ശ്വേതകേതുവിനോട് വരൂ. അതോടൊപ്പം ഒന്നും ആലോചിക്കുക, ഈ ശ്വേതകേതുവിന് അങ്ങയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്റെ ശരീരത്തും ഒരു തുള്ളി ചോര ചീന്തിയാൽ വരും. അപ്പോൾ ചോദിച്ചു, ആര് വരും? വരും, അവൻ വരും, അവൻ വരും. ഈ 7-14 ലോകങ്ങളും കയ്യിലിട്ടമ്മാനമാടുന്ന നാരായണന്റെ അവതാരമായ ശ്രീകൃഷ്ണൻ വരും. ഓർമ്മയുണ്ടോ ജരാസന്ധ ചക്രവർത്തി? ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ തോറ്റോടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജരാസന്ധന് കോപം തിളച്ചു. അപ്പോഴാണ് ജരാസന്ധൻ വാളെടുത്തു. അപ്പോൾ ശ്വേതകേതുവിൻ റെഡിയായി. അപ്പോൾ ഇതാ 2-ൽ ഒരാൾ മരിച്ചു വീഴാൻ പോവുകയാണ്. ജരാസന്ധൻ തന്റെ വാൾ വീശാൻ തുടങ്ങിയപ്പോൾ ദമഘോഷൻ ഇടപെട്ടു. നിർത്തു, ഇതെന്താണ് കാണിക്കുന്നത്? ഇവരിൽ ഒരാളുടെ രക്തം വീണാൽ ഇത് ആചാര്യനാണ്. ആചാര്യൻ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അമംഗളമാണ്. ഇവിടെ കല്യാണം നടക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ദമഘോഷൻ പറഞ്ഞു, ജരാസന്ധ മഹാരാജാവേ, എൻ്റെ മകന്റെ കല്യാണത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നടക്കണ്ടേ, ഇത് അമംഗളമാക്കരുത്. ജരാസന്ധൻ നിന്ന് തിളച്ചു. ജരാസന്ധൻ പറഞ്ഞു, നോക്കൂ, നിന്റെ ഇടയച്ചെറുക്കനുണ്ടല്ലോ കൃഷ്ണൻ, നിന്റെ ഇടയച്ചെറുക്കനായ കൃഷ്ണനെ ഞാൻ വധിച്ചിരിക്കും. അപ്പോൾ ശ്വേതകേതു ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലും ജരാസന്ധ ചക്രവർത്തി, നിങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ രോമത്തിൽ പോലും തൊടാൻ സാധ്യമല്ല. കൃഷ്ണനെ നിങ്ങൾക്ക് വധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അപ്പോൾ ജരാസന്ധ ചക്രവർത്തി ഇങ്ങനെ ചോദ്യഭാവത്തിൽ നോക്കി. ജരാസന്ധൻ അപ്പോഴും കോപം കൊണ്ട് തിളയ്ക്കുകയാണ്. അപ്പൊ ശ്വേതകേതു പറഞ്ഞു, കൃഷ്ണന്റെ ജീവൻ കൃഷ്ണന്റെ കയ്യിലല്ല ചക്രവർത്തി, നിങ്ങൾ വിഡ്ഢിയാണ്, നിങ്ങൾക്കറിയില്ല. ആ ജീവൻ ഉള്ളിടത്തോളം കാലം കൃഷ്ണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ മുഴങ്ങിയത്, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ,
രാധ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ജരാസന്ധൻ ഒന്ന് പിടഞ്ഞു. അപ്പോൾ ശ്വേതകേതു പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, നിങ്ങൾ ഇതുകൂടി കേട്ടുകൊള്ളൂ. കൃഷ്ണന് അന്ന് ബലരാമൻ ജ്യേഷ്ഠന് നിങ്ങളെ നിഷ്പ്രയാസം വധിക്കാമായിരുന്നു. കൃഷ്ണൻ അതിനെ സമ്മതിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? കൃഷ്ണന്റെയും ബലരാമൻ ജ്യേഷ്ഠന്റെയും കൈകൊണ്ട് വധിക്കപ്പെടേണ്ടവനല്ല നിങ്ങൾ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടില്ല. കൃഷ്ണന്റെ കൈകൊണ്ട് വധിക്കപ്പെടണമെങ്കിൽ തന്നെ ഒരു പുണ്യം വേണം. ജരാസന്ധ ചക്രവർത്തി, നിങ്ങൾക്കതില്ല. നിങ്ങളെ വധിക്കുന്നവൻ ആരാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ജരാസന്ധൻ ആകാംക്ഷയോടെ നോക്കി, കൊട്ടാരം മുഴുവനും ആകാംക്ഷയോടെ നോക്കി. അപ്പോൾ ശ്വേതകേതു പറഞ്ഞു, അവൻ കൃഷ്ണനല്ല, നിങ്ങൾ വെറുതെ കൃഷ്ണന്റെ പിന്നാലെ പായുകയാണ്. അവൻ ജനിച്ചു കഴിഞ്ഞു, അവൻ വരും ജരാസന്ധ ചക്രവർത്തി. അവൻ ഹസ്തിനപുരത്ത് നിന്ന് അവൻ വരും. അത് കേട്ട് ജരാസന്ധൻ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു. ജരാസന്ധൻ പറഞ്ഞു, ആചാര്യ ശ്വേതകേതു, ഇനി ഞാൻ സഹിക്കില്ല. നിന്റെ ആക്ഷേപം അതിര് കടന്നിരിക്കുന്നു. നിന്റെ ശിരസ് ഇപ്പം നിലത്ത് വീണ് കിടന്നുരുളും. അപ്പോൾ ജരാസന്ധ ചക്രവർത്തി വാളാഞ്ഞു വീശിയതും ശ്വേതകേതു അതിനെ തടുത്തിട്ട് തിരിച്ചു വീശി ഉഗ്രമായ പോരങ്ങോട്ട് ആരംഭിച്ച സമയത്ത് കാണാം ഒരു വലിയ ആരവം, എങ്ങും പൊടിപടലങ്ങൾ. അപ്പോൾ നഗര രക്ഷപാലകൻ ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവേ, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരുന്നു. സർവ സൈന്യ സന്നാഹങ്ങളുമായാണ് വരുന്നത്. രഥം വലിക്കുന്ന കുതിരകളുടെ കുളമ്പടി വെച്ചുകൊണ്ട് ഇവിടെ ആകമുഖരിതമാണ്. ഇവിടെ മുഴുവനും പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരുടെ കൂടെ മുഖം മൂടി വെച്ച കുറെ ആൾക്കാരുമുണ്ട്. അമ്പരന്ന് പോയി. ആ സമയത്ത് രഥങ്ങൾ ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വരികയാണ്. അത് കുണ്ഠിനപുരത്തിലെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നു നിന്നു. അവിടെ വന്നു നിന്നിട്ട് അവിടുന്ന് ശംഖനാദം മുഴങ്ങി. ആ ശംഖനാദം കേട്ടപ്പോൾ ശ്വേതകേതു പുഞ്ചിരിച്ചു. വിന്ദനും അനുവിന്ദനും ഒന്നിച്ചു പറഞ്ഞു, വന്നു കഴിഞ്ഞു. ശ്വേതകേതു പറഞ്ഞു, അവൻ വന്നു. ജരാസന്ധ കൃഷ്ണന്റെ പാഞ്ചജന്യമാണ് ഈ കേട്ടത്. കൃഷ്ണന്റെ പാഞ്ചജന്യത്തിന്റെ ശബ്ദമാണ് ഈ കേട്ടത്. ജരാസന്ധൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് പോയി. ഭീഷ്മക രാജാവ് അന്തം വിട്ടുപോയി. കൃഷ്ണൻ വന്നിരിക്കുന്നു, സർവ സൈന്യവുമായി വന്നിരിക്കുന്നു. ഒരു നിമിഷം ജരാസന്ധൻ ഒന്ന് പതറി. ആ പതറിയ നിമിഷത്തിൽ ആ നഗരരക്ഷാ കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങയെ കാണാനായിട്ട് അവരുടെ സന്ദേശവാഹകൻ നിൽക്കുന്നു. സൗഹൃദത്തിനാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, കടന്നു വരാൻ പറയൂ. ജരാസന്ധൻ അവിടെ ഇരുന്നു. ശ്വേതകേതുവും തന്റെ ഇരിപ്പിടത്തിൽ ഉറപ്പിച്ചു. അപ്പോൾ കാണാം, അങ്ങോട്ടേക്ക് കടന്നു വന്നു സാത്യകിയും ഉദ്ധവനും. സാത്യകി ശ്വേതകേതുവിനെ കണ്ട് പുഞ്ചിരിച്ചു. ശ്വേതകേതു സാത്യകിയുടെ തോളത്തൊന്ന് തട്ടി. സാത്യകി പറഞ്ഞു, ഞാൻ വസുദേവ കൃഷ്ണന്റെ ദൂതനായി വന്നിരിക്കുകയാണ്. അല്ല, ഞാനാണ് ഇപ്പോഴത്തെ സൈന്യാധിപനായിരിക്കുന്നത്. അല്ലയോ ഭീഷ്മക രാജാവേ, അദ്ദേഹം കൃഷ്ണൻ മുമ്പ് ഗോമന്തകത്തിലേക്ക് പോയപ്പോൾ ഇവിടെ വന്ന് പാർത്തിരുന്നു. അതിനങ്ങ് സൗകര്യമുണ്ടാക്കി കൊടുത്തിരുന്നു. അതിന് നന്ദി പറയാൻ വേണ്ടി കൃഷ്ണൻ വന്നിരിക്കുകയാണ്. അതേ, കൗശിക രാജാവിന് രുക്മിണിയുടെ മുത്തച്ഛനായ കൗശിക രാജാവിന് സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, ചിത്രകേതു ഉദ്ധവന്റെ സഹോദരൻ. ചിത്രകേതു ആകട്ടെ രുക്മിണിയുടെ പിതാവായ ഭീഷ്മക രാജാവിന് സമ്മാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രവുമല്ല, കൃഷ്ണന്റെ മാതാവായ ദേവകി മാതാവ് കല്യാണപ്പെണ്ണായ രുക്മിണിക്ക് കൊടുക്കാൻ വേണ്ടി സമ്മാനങ്ങൾ കൊടുത്തയച്ചിരിക്കുന്നു. കൃഷ്ണൻ നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ് വേണ്ടത്? അദ്ദേഹത്തിന് കൗശികനെയാണ് കാണേണ്ടത്. കൗശികനോട് നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. ആകപ്പാടെ എന്തെന്നറിയാത്തൊരവസ്ഥയായി. അപ്പോൾ ജരാസന്ധനെ നോക്കി.
ജരാസന്ധൻ പറഞ്ഞു, കൗശികനോട് പറയൂ. അപ്പോൾ തന്നെ ഭീഷ്മക രാജാവ് ഓടിച്ചെന്ന് തൻ്റെ പിതാവായ കൗശികനോട് പറഞ്ഞു, കൃഷ്ണൻ വന്നിരിക്കുന്നു, കൃഷ്ണൻ വന്നിരിക്കുന്നു, സൈന്യങ്ങളുണ്ട്, ഇവിടെ ആകെ പ്രശ്നമാണ്, എന്താണ് വേണ്ടത്? കൗശികൻ പറഞ്ഞു, അവനെ സ്വീകരിക്കണം. അവൻ സമാധാനവുമായാണ് വന്നിരിക്കുന്നത്, അവൻ ബുദ്ധിമാനാണ്, കുട്ടിക്കാലം തൊട്ടേ അവൻ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്, അവനെ പിണക്കരുത്, അവനെ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? അപ്പോൾ പറഞ്ഞു, ദൂതന്മാര് പറഞ്ഞനുസരിച്ച് ഉദ്ധവനുണ്ട്, കരവീരപുരത്തെ ചക്രവർത്തിയായ ശക്രദേവൻ രാജാവുണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രിയുണ്ട്, സാന്ദീപ മുനിയുടെ പുത്രനായ പുനർദത്തനുണ്ട്, അഗ്രവനത്തിലെയും ദ്യുതവനത്തിലെയും രാജാക്കന്മാരുണ്ട്. എത്ര രഥങ്ങളുണ്ടെന്നറിയാൻ പാടില്ല, എത്ര സൈന്യമുണ്ടെന്നറിയാൻ പാടില്ല. അപ്പോൾ കൗശികൻ പറഞ്ഞു, എന്തു പറഞ്ഞാലും അവനെ സ്വീകരിക്കാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ഭീഷ്മകൻ പറഞ്ഞു, എനിക്കിപ്പം വയ്യ, എനിക്കിപ്പം വരാൻ വയ്യ, ഞാൻ ജരാസന്ധ ചക്രവർത്തിയുമായി ചർച്ച നടത്തട്ടെ. അതെ, കൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടി കൗശികനും ദമഘോഷനും വിന്ദനും അനുവിന്ദനും കൂടെ ഒരുമിച്ച് വന്നു. അവരാ രഥത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും കൃഷ്ണൻ വന്ന വിവരങ്ങൾ അറിഞ്ഞ് ജനങ്ങളെല്ലാം അവിടെ ഓടിക്കൂടി, തടിച്ചുകൂടി. ശ്വേതകേതുവിൻ്റെ ശിഷ്യന്മാര് ഓടി വന്നു. കാരണം ശ്വേതകേതു പറഞ്ഞ് അവരിത് അറിഞ്ഞിട്ടുണ്ട്. വാർത്ത കാട്ടുതീ പോലെ പരക്കുകയാണ്. ജരാസന്ധന യുദ്ധത്തിൽ തോൽപ്പിച്ച, ശ്രീഗാല വാസുദേവനെ വധിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു, സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്നിരിക്കുന്നു. എല്ലാവരും കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ ഓടി വരുന്നു. കൗശികൻ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വിദർഭയിലെ ജനങ്ങൾ ഒന്നടങ്കം നിന്ന് വിളിക്കുകയാണ്, ജയ് ജയ് വാസുദേവ, ജയ് ജയ് വാസുദേവ, ജയ് ജയ് വാസുദേവ, വസുദേവ കൃഷ്ണൻ കീ ജയ്, വസുദേവ കൃഷ്ണൻ കീ ജയ്, വസുദേവ കൃഷ്ണൻ കീ ജയ്. ജനങ്ങൾ ഇളകി മറിയുകയാണ്, ഇളകി മറിയുകയാണ് കൃഷ്ണനെ കണ്ട്. ചിലർ വിളിക്കുന്നു, നാരായണ നാരായണ, സാക്ഷാൽ നാരായണ. പല സ്ത്രീകളും കൃഷ്ണനെ കാമുക ഭാവത്തിൽ നോക്കുകയാണ്. ഇവൻ തൻ്റെ കാമുകനായിരുന്നെങ്കിൽ എന്നറിയാതെ വിചാരിച്ചു പോവുകയാണ്. അപ്പോഴാണ് കൗശികനും ദമഘോഷനും വിന്ദനും അനുവിന്ദനും വന്നത്. അതെ അതെ, ആ സമയത്ത് പീതാംബരം ധരിച്ച്, അതേ മയിൽപീലി ചൂടി സുസ്മേരവദനായി രഥത്തിൽ നിന്നിറങ്ങുകയാണ്, രഥത്തിൽ നിന്നിറങ്ങുകയാണ്. നാരായണ നാരായണ നാരായണ, ജയ ജയ വാസുദേവ, ജയ ജയ വാസുദേവ, ജയ ജയ വാസുദേവ. മട്ടിപ്പാവിൽ നിന്നുകൊണ്ട് രുക്മിണി ദേവി അത് കാണുകയാണ്, കൃഷ്ണന്റെ വരവ് കാണുകയാണ്, കൃഷ്ണന്റെ വരവ് കാണുകയാണ്. രുക്മിണി ദേവി പറഞ്ഞു, സുഹൃതേ നോക്കൂ എന്തൊരു വരക്കമാണ്. സുഹൃത പറഞ്ഞു, ഒരു ഒന്നൊന്നര വരവാണ്. ഇവൻ മായാജാലക്കാരനാണ്, നിന്നെ കറക്കിയെടുത്തിരിക്കുകയാണ്. രുക്മിണി പറഞ്ഞു, കണ്ടില്ലേ, സുന്ദരനാണ്, സുന്ദരനാണ്, ഇവൻ എനിക്കുള്ളതാണ്, ഇവൻ എനിക്കുള്ളതാണ്, ഞാൻ ഇവനെ സ്വന്തമാക്കും. രുക്മിണി തുള്ളിച്ചാടി. സുഹൃതയ്ക്കും സന്തോഷം, കാരണം എങ്ങനെയും സ്വയംവരം മുടങ്ങണം. രുക്മി മറ്റൊരു വിവാഹം കഴിച്ചിവിടേക്ക് വരുന്നത് ഇഷ്ടമല്ല. അവരെല്ലാവരും ചേർന്ന് കൃഷ്ണനെ സ്വീകരിച്ചു. കൃഷ്ണനെ സ്വീകരിച്ച് കൗശികന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ജനം ജയ് ജയ് വാസുദേവ എന്നാർത്ത് വിളിച്ചുകൊണ്ട് കൗശികന്റെ പിന്നാലെ പോവുകയായിരുന്നു, ഓരോരുത്തരായിട്ട് പോവുകയായിരുന്നു. കൗശികന്റെ കൊട്ടാരത്തിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ കൗശികൻ പറഞ്ഞു, ഇരിക്കൂ കൃഷ്ണ. കൃഷ്ണൻ അവിടെ ഇരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഗോമന്തകത്തിലേക്ക് പോയപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് അവിടുന്നാണ്, അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ കൗശികൻ പറഞ്ഞു, കൃഷ്ണ, നിനക്കൊരു കാര്യം അറിയാമോ?
രുക്മിണിയുടെ സ്വയംവരം. അതിന് നിന്നെ ക്ഷണിക്കാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് മകനെ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് സാരമില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല കൃഷ്ണ, നിന്നെ ക്ഷണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ രാജാവല്ലല്ലോ, രാജാക്കന്മാരെ അല്ലേ ക്ഷണിക്കുന്നത്. കൗശികൻ പറഞ്ഞു, നീ രാജാക്കന്മാരെക്കാൾ പ്രതാപിയാണ്, നീ രാജാക്കന്മാരെക്കാൾ ശക്തിമാനാണ്. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അതിനകത്ത് എനിക്ക് യാതൊരു പരിഭവവുമില്ല, ഞാനൊരു ഇടയച്ചെറുക്കനാണ്, ഇടയച്ചെറുക്കൻ എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. അപ്പോൾ കൗശികൻ പറഞ്ഞു, നോക്കൂ, നിന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആചാര്യന്മാരും അതിന് എതിര് പറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചാൽ കൃഷ്ണ, നീ വന്നു കഴിഞ്ഞാൽ നീ രാജാവല്ലാത്തത് കൊണ്ട് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് ഇരിപ്പിടം കിട്ടില്ല, നിനക്കതിനേക്കാൾ ഒരു സ്ഥാനമാണ് തരുന്നത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എവിടെയും ഇരിക്കും, എനിക്കൊരിക്കലും ഒരു രാജാവിൻ്റെ സ്ഥാനം കിട്ടണമെന്ന് എനിക്കില്ല, എനിക്കൊരു ഇടയച്ചെറുക്കൻ്റെ സ്ഥാനം കിട്ടുന്നതാണ് എനിക്കെന്നും ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പോൾ കൗശികൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, നീ ചുണക്കുട്ടിയാണ്, ഈ സ്വയംവരത്തിൽ പക്ഷേ നിനക്ക് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, നിനക്ക് ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, കാരണം നീ ഇടയച്ചെറുക്കനല്ലേ. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വന്നത് സ്വയംവരത്തിൽ പങ്കെടുക്കാനല്ലല്ലോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയാനാണ് വന്നത്. അപ്പോൾ രുക്മിണിയുടെ മുത്തച്ഛനായ കൗശികൻ പറഞ്ഞു, കൃഷ്ണ, ഞാനൊരു കാര്യം പറയട്ടെ. കൃഷ്ണൻ ചോദിച്ചു, എന്താണ്? നീ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, അതിന് നീ രാജാവാകണം. കൃഷ്ണ, നിന്നെ അന്ന് ഞാൻ ഈ രാജ്യം വിട്ടുകൊടുക്കുമ്പോൾ ഒരു അംഗരാജ്യം എൻ്റേതായിട്ടുണ്ടായിരുന്നു. കൃഷ്ണ, നിന്നെ ഞാൻ അംഗരാജ്യത്തിൻ്റെ രാജാവായി വാഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അംഗരാജ്യത്തിൻ്റെ രാജാവാകണ്ട, എനിക്കെന്നും ഇടയച്ചെറുക്കനായ കൃഷ്ണനായിരുന്നാൽ മതി. ഇവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കണ്ടില്ലേ, കൃഷ്ണനെ ഒരു ഇടയച്ചെറുക്കനായിട്ടാണ് എല്ലാവരും ഇവിടെ കാണുന്നത്. അപ്പോഴാണ് അംഗരാജ്യം വെച്ച് നീട്ടുന്നത് വേണ്ട. മറിച്ച് കർണൻ അംഗരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ചാടി വീണ് അതങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ ദുര്യോധനൻ്റെ അടിമയായിപ്പോയി. പിന്നെ ദുര്യോധനൻ പറയുന്നത് എന്തും കേൾക്കേണ്ടി വന്നു. കൃഷ്ണനെ അങ്ങനെ കിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞു, അംഗരാജ്യത്തിൻ്റെ എനിക്ക് വേണ്ട, അങ്ങ് തന്നതിന് നന്ദിയുണ്ട്, ഇത്രയും അങ്ങ് പറഞ്ഞല്ലോ, നന്ദിയുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, രുക്മിണിയുടെ പിതാവായ ഭീഷ്മകൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, വരട്ടെ. ഭീഷ്മകനകത്ത് കയറിയിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എന്തിനാണ് വന്നത്? സന്തോഷമുണ്ട് നിന്നെ കണ്ടതിൽ. കൃഷ്ണ, നിന്നെ എനിക്ക് സ്വയംവരത്തിന് വിളിക്കാൻ പറ്റിയില്ല, കാരണം അത് രാജാക്കന്മാരുടെ. കൃഷ്ണൻ പറഞ്ഞു, അതെ, എനിക്കറിയാം, ഞാനിപ്പോൾ വന്നത് ഒരിക്കലും കന്യകയെ സ്വന്തമാക്കാനല്ല. പിന്നെ എന്തിനാണ് കൃഷ്ണ നീ വന്നത്? രാജാവേ, ഇവിടെ അധർമ്മം നടക്കുന്നു, ആ അധർമ്മം നടക്കാൻ പാടില്ല. രുക്മിണിയുടെ പിതാവ് ചോദിച്ചു, എന്ത് അധർമ്മമാണ് കൃഷ്ണ ഇവിടെ നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, രാജാവേ, ഇവിടെ നടക്കുന്ന സ്വയംവരം അധർമ്മമാണ്. അപ്പോൾ രുക്മിണി ദേവിയുടെ പിതാവായ ഭീഷ്മക രാജാവ് പറഞ്ഞു, സ്വയംവരം കന്യകമാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. കൃഷ്ണൻ പറഞ്ഞു, ഇവിടെ സ്വയം വരമല്ലല്ലോ നടക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ശിശുപാലന നിശ്ചയിച്ചു, പേരിനു വേണ്ടി മറ്റു രാജാക്കന്മാരെ നിങ്ങൾ വിളിച്ചു വരുത്തി. ഒരൊറ്റ മനുഷ്യരും ഇതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കത്തില്ല, ജരാസന്ധന ഭയന്ന്. അങ്ങനെ രുക്മിണി ദേവിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഈ ബന്ധം ഊട്ടി ഉറപ്പിച്ചിട്ട് നിങ്ങൾ ചേതി രാജ്യവും ജരാസന്ധൻ്റെ മഗധയും എല്ലാം ചേർന്ന് എനിക്കെതിരെ, മധുരയ്ക്കെതിരെ ഒരു പട നയിക്കാനല്ലേ? കൃഷ്ണൻ്റെ തുറന്നു പറച്ചിൽ ഭീഷ്മക രാജാവിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഭീഷ്മക രാജാവ് പറഞ്ഞു, എനിക്ക് നിന്നോടോ നിന്റെ രാജ്യത്തോടോ എനിക്ക് യാതൊരു പകയുമില്ല, ഒന്നുമില്ല കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആയിക്കൊള്ളട്ടെ, എനിക്കതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട്
ഒരു രാജ്യതന്ത്രത്തിന് മെനയുന്നത് അധർമ്മമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അധർമ്മത്തിന് കൂട്ടുനിൽക്കരുത്, ഈ സ്വയംവരം നടക്കരുത്. വസന്തോത്സവം തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. അതൊരു സൂചനയാണ്. കാരണം വസന്തോത്സവത്തിൻ്റെ അന്നാണ് രുക്മിണി ദേവിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു, വസന്തോത്സവം വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. അപ്പോൾ പറഞ്ഞു, ഈ സ്വയംവരം തടയാൻ എനിക്കിനി കഴിയില്ല കൃഷ്ണ. കാരണം ഒന്ന്, ജരാസന്ധ ചക്രവർത്തി, രണ്ട്, ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കൃഷ്ണ. ഇനി ഈ സ്വയംവരം നിർത്തിവെക്കാൻ ഇനി ഞാൻ വിചാരിച്ചാലും സാധ്യമല്ല കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ മധുരമായി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അധർമ്മം നടക്കുന്നിടത്ത് ധർമ്മം സ്ഥാപിക്കുക എന്നത് യാദവന്മാരുടെ കടമയാണ്. ആ കടമ മഹാരാജാവേ എനിക്ക് നിർവഹിക്കേണ്ടി വരും. ഈ സ്വയംവരം എനിക്ക് തടയേണ്ടി വരും. ആ ഭീഷണിയുടെ സ്വരം ഭീഷ്മകന്റെ നെഞ്ചിൽ തറച്ചു. ഭീഷ്മകൻ പറഞ്ഞു, മഹാദേവ. കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ആ മഹാദേവനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, അധർമ്മം നടക്കാൻ പാടില്ല. ഞാൻ ഇവിടെ വന്നത് സ്നേഹദൂതനായിട്ടാണ്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ടെല്ലാം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു തീരുമാനമെടുക്കൂ. ആ തീരുമാനം എന്തെന്ന് എന്നെ അറിയിക്കുകയും വേണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭീഷ്മകൻ ജരാസന്ധന്റെ അടുക്കൽ ചെന്നു. ജരാസന്ധനുമായി ചർച്ച നടത്താനായിട്ട് തുടങ്ങി. ഈ സമയത്ത് ത്രിവക്ര വന്ന് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, രുക്മിണി ദേവിയുടെ ഒരു ദൂതുമായിട്ടാണ് ഞാൻ വന്നത്. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ത്രിവക്രേ, നിങ്ങൾ സൂത്രക്കാരിയാണ്. നിങ്ങൾ ഇവിടെ വന്നത് തന്നെ രുക്മിണി ദേവിയെ എന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണല്ലേ? അപ്പോൾ പറഞ്ഞു, എന്താ രുക്മിണി ദേവിക്ക് കുഴപ്പം? രുക്മിണി ദേവി പകർന്നു തന്ന സന്ദേശം ഇതാണ്, കൃഷ്ണ, നിന്നെ പ്രാണനെ പോലെ ഞാൻ സ്നേഹിക്കുന്നു. നീ ഇല്ലാതെ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നീ ഇല്ല എങ്കിൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, നീ ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ നിരവധി സ്ത്രീകൾ മറ്റുള്ളവരെ കല്യാണം കഴിച്ച് ഇപ്പോഴും സുഖമായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളെ പാട്ടിന് വിടൂ, അവളോട് ചെന്ന് എൻ്റെ മറുപടി അറിയിക്കൂ. ഞാൻ ഇവിടെ വന്നത് കന്യകയെ കൊണ്ടുപോകാനല്ല, രുക്മിണിയെ വിവാഹം കഴിക്കാനുമല്ല, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അവക്കൊരു രാജകുമാരനെ കിട്ടും, അവനെ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞുള്ളൂ. ത്രിവക്ര വിഷമത്തോടുകൂടി കടന്നുപോയി. ഈ സമയത്ത് ജരാസന്ധ ചക്രവർത്തിയുമായി തിരക്കിട്ട കൂടിയാലോചന നടക്കുകയാണ്. അപ്പൊ രുക്മി പറഞ്ഞു, ഇല്ല, നമ്മൾ ഇവനെ വധിക്കുകയാണ് വേണ്ടത്, ഈ ഇടയച്ചെറുക്കനെ വധിക്കുകയാണ് വേണ്ടത്. നമ്മൾ സ്വയംവരം പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി പിൻവാങ്ങുന്നത് ലജ്ജാകരമാണ്. ഇവനെ പേടിച്ചിട്ടാണെന്ന് കരുതും. അപ്പൊ ഭീഷ്മകൻ പറഞ്ഞു, നോക്കൂ, അവൻ എത്ര രഥമുണ്ടെന്ന് നമുക്കറിയില്ല, എത്ര ആളുകളുണ്ടെന്നറിയില്ല. 1000-ൽ കൂടുതൽ പടയാളികൾ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. 400-ൽ കൂടുതൽ രഥങ്ങളുണ്ട്. അതിനേക്കാളുപരി കൃഷ്ണനും ബലരാമനും 1,00,000 പടയാളികൾക്ക് തുല്യമാണ്. ജരാസന്ധന് തോന്നി അത് ശരിയാണ്, ഭീഷ്മകൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന്. മാത്രവുമല്ല, ഇവിടെ തനിക്കാരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ ശിശുപാലന്റെ പിതാവായ ധമഘോഷൻ പോലും യാദവരുടെ പക്ഷത്താണ്. കാരണം ശിശുപാലന്റെ മാതാവ് കൃഷ്ണന്റെ പിതാവിന്റെ സഹോദരിയാണ്. യാദവർക്ക് ദോഷം വരരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ധമഘോഷൻ. അത് ജരാസന്ധൻ അറിയാം. തൻ്റെ കൂടെ ഇത്രയും നാളിൽ നിന്ന വിന്ദനും അനുവിന്ദനും ഇന്നിതാ കൃഷ്ണഭക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർവോപരി കൃഷ്ണനും ബലരാമനും. ആ യുദ്ധരംഗം ജരാസന്ധൻ ഓർമ്മ വന്നു. തൻ്റെ ശിരസ്സടിച്ച് പിളർക്കാനായി ബലരാമൻ നിന്നത് തനിക്ക് ഓർമ്മ വന്നു. അതോടൊപ്പം ശ്വേതകേതുവിൻ്റെ വാചകവും, ഇവരല്ല ജരാസന്ധ,
നിന്റെ ശത്രു ഇവരല്ല, നിന്നെ വധിക്കേണ്ടവൻ ഹസ്തിനപുരത്ത് ജനിച്ചു കഴിഞ്ഞു. അതൊരു ഞെട്ടലാണ് ജരാസന്ധനിൽ ഉണ്ടാക്കിയത്. കാരണം ഹസ്തിനപുരം ജരാസന്ധന് പോലും അപ്രാപ്യനാമാണ്. ഭീഷ്മരാണ് അവിടെ ഉള്ളത്. ജരാസന്ധനേക്കാൾ ഒരു പടി മുന്നിലാണ് ഹസ്തിനപുരം, ശക്തമാണ്. അവിടെ ജനിച്ചിരിക്കുന്നു. അതാരാണ് ഇവിടെ ഇപ്പോൾ ഇവനുമായി ഏറ്റുമുട്ടി ഒരിക്കൽ കൂടി പരാജയം വാങ്ങിച്ചാൽ ലജ്ജാകരമാണ്. ഇവിടെ ബുദ്ധി പ്രയോഗിക്കണം. അപ്പോൾ ജരാസന്ധൻ ഒന്ന് പുഞ്ചിരിച്ചു. ജരാസന്ധൻ പുഞ്ചിരിച്ചിട്ട് ജരാസന്ധൻ പറഞ്ഞു, നോക്കൂ, ഇപ്പോൾ കൃഷ്ണൻ നമ്മളോട് യുദ്ധത്തിനല്ല വന്നിരിക്കുന്നത്. കൃഷ്ണൻ ഇവിടെ വന്നിരിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. കൃഷ്ണൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അതിന് സമ്മതിക്കുന്നു. കാരണം യുദ്ധത്തിന് വരുന്നവൻ്റെ കൂടാണ് യുദ്ധം നടത്തേണ്ടത്. ജരാസന്ധൻ വലിയ വിശാല മനസ്കരമായിട്ട് അങ്ങ് മാറുകയായിരുന്നു. യുദ്ധത്തിന് വരുന്നവനോടാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. ഇവിടെ അവൻ യുദ്ധത്തിനല്ലല്ലോ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ അവനുമായി യുദ്ധം ചെയ്യുന്നത്? തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അല്പം നീട്ടിവെക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. രുക്മിക്ക് വല്ലാത്ത അരിശമായി. കൂടെ നിന്നവർക്കെല്ലാം അത്ഭുതകരമായി. പക്ഷെ അവർക്കൊന്നറിയാം, ജരാസന്ധൻ കൂർമ്മബുദ്ധിയാണ്. ജരാസന്ധൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ എന്ന് അതിനകത്ത് ഉണ്ടായിരിക്കും. നിശ്ചയമാണ് ആ കാര്യം. അപ്പൊ എന്തായാലും ജരാസന്ധൻ പറഞ്ഞു, വരട്ടെ അവൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അത് അംഗീകരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഭീഷ്മക രാജാവ് കൃഷ്ണന്റെ അടുക്കലെത്തിയിട്ട് ഭീഷ്മക രാജാവ് പറഞ്ഞു, ശ്രീകൃഷ്ണ, ഞങ്ങൾ അധർമ്മത്തിന്റെ പാതയിലാണെന്ന് നീ പറയുന്നത് കൊണ്ട് ഈ സ്വയംവരം ഞങ്ങൾ വസന്തോത്സവത്തിന് നടത്തുന്നില്ല. ഈ സ്വയംവരം ഞങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചു കൃഷ്ണ. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ തീരുമാനിച്ചു. വസന്തോത്സവത്തിന് കൗശിക രാജാവ് നിനക്ക് വലിയ അഭിഷേകം നടത്തണമെന്ന് തീരുമാനിച്ചു. ആ അഭിഷേകം നടത്താൻ കൗശിക രാജാവ് അനുമതിയും ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, കൗശിക രാജാവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അധർമ്മത്തിന്റെ പാതയിലൂടെ പോയ ആ രുക്മിണി സ്വയംവരം ഇതാ കൃഷ്ണൻ മുടക്കിയിരിക്കുന്നു. ആ കഥ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുള്ളത് സ്വയംവര പന്തലിൽ നിന്ന് കൃഷ്ണൻ കൊണ്ടുപോകുന്നതാണ്. അല്ല, കൃഷ്ണൻ ആദ്യം വന്ന് സ്വയംവരം മുടക്കി. കൗശികൻ പറഞ്ഞു അവൻ ബുദ്ധിമാനാണ്. ജരാസന്ധൻ തൻ്റെ വിശ്വസ്തനായ സ്വാലനോട് പറഞ്ഞു അവൻ ബുദ്ധിമാനാണ്, അവൻ അതിബുദ്ധിമാനാണ്. ഇവൻ എത്ര രണ്ടാമത്തെ തവണയാണ് നമ്മുടെ പദ്ധതികളെ തകിടം മറിച്ചിരിക്കുന്നത്. നോക്കൂ, അവൻ സർവയുദ്ധ സന്നാഹങ്ങളുമായിട്ടാണ് വന്നത്. പക്ഷേ സൗഹൃദമെന്ന ഭാവേന അവൻ സമ്മാനങ്ങളുമായി വന്നതുകൊണ്ടാകട്ടെ എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനായി. അതേസമയം അവൻ പറയുന്നു സ്വയംവരം നടക്കരുത്. അതേ വായിൽ തന്നെ അവൻ പറയുന്നു അവന് കന്യകയെ വേണ്ട. ഇവൻ അസാധാരണനാണ്. വളരെ സൂക്ഷിച്ചു വേണം ഇവന്റെ കൂടെ നമ്മൾ ഇടപഴകാൻ. അതോടൊപ്പം തന്നെ ഹസ്തിനപുരത്തെ കുറിച്ചുള്ളൊരു പൂർണ്ണ വിവരം എനിക്ക് കിട്ടിയിരിക്കണം. ഹസ്തിനപുരത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ സാല്വൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്. ഹസ്തിനപുരം ചാരന്മാർക്ക് പോലും അപ്രാപ്യമാണ്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എങ്കിലും ഹസ്തിനപുരത്ത് ആരായിരിക്കും? ഹസ്തിനപുരത്ത് രണ്ടു കൂട്ടരാണ്. ഒന്ന് പാണ്ഡു, മറ്റൊന്ന് ധൃതരാഷ്ട്രരുടെ മക്കൾ. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മഹാരാജാവേ. ഒന്നുകിൽ പാണ്ഡുവിന്റെ മക്കളിൽ ഒരാള്, അതല്ലെങ്കിൽ ധൃതരാഷ്ട്രരുടെ മക്കളിൽ ഒരാള്. ജരാസന്ധൻ കൂർമ്മബുദ്ധിയാണ്. ജരാസന്ധൻ പറഞ്ഞു എനിക്ക് നേരെ നിന്ന് എതിരിടാനായി എന്തായാലും ധൃതരാഷ്ട്രരുടെ മക്കളിൽ ആരും കാണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പാണ്ഡുവിന്റെ മക്കളാകാനാണ് സാധ്യത. അവരുമായി ഇവർ ബന്ധം സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് സാല. അതിനു മുമ്പ് ഈ കൃഷ്ണനെ നമ്മൾ വധിച്ചിരിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. എന്തായാലും വസന്തോത്സവം നമുക്ക് തന്ത്രപരമായി നിൽക്കാം. അവൻ
അവനെ അഭിഷേകം ചെയ്യുകയില്ലേ? നമുക്ക് കാണാം, നമുക്ക് ആ അഭിഷേകത്തിൽ പങ്കെടുക്കാം. നമ്മൾ മാറി നിൽക്കുന്നു എന്ന തോന്നൽ പോലും വേണ്ട ദമഘോഷ, അല്ലതേപോലെ സ്വാല. അതുകൊണ്ട് നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വസന്തോത്സവം, കൃഷ്ണനെ അഭിഷിക്തനാക്കാൻ പോവുകയാണ്. ആ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ്. നമ്മളിവിടെയൊക്കെ പത്മശ്രീ കൊടുക്കുന്നത് പോലെ, പത്മഭൂഷൺ കൊടുക്കുന്നത് പോലെ ഏറ്റവും വലിയ ബഹുമതിയാണത്. ആ ജനങ്ങൾ മുഴുവൻ തടിച്ചുകൂടി, എല്ലാവരും വന്നു കഴിഞ്ഞു. കൗശികൻ വന്നു. കൗശികൻ വന്ന് കൃഷ്ണനെ വണങ്ങി. അദ്ദേഹത്തിൻ്റെ ശിരസിൽ രത്ന കിരീടം പതിപ്പിച്ചു. അവിടുത്തെ വിശിഷ്ടരായ പൂജാരികൾ വന്നു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വന്നു. കൃഷ്ണന്റെ പാദം കഴുകി, ആരതി ഒഴിഞ്ഞു. കൃഷ്ണൻ പുഞ്ചിരിയോടുകൂടിയിരുന്നു. ഇതൊക്കെ രുക്മിണി സാകൂതം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണൻ, അവനെ ഞാൻ സ്വന്തമാക്കും, അവനെ ഞാൻ സ്വന്തമാക്കും. പൂജാരിമാര് ആ സ്വർണ്ണക്കുടങ്ങളിൽ മന്ത്രപൂരിതമായ ജലം കൊണ്ടുവന്നു. മാവിലയിൽ അതെടുത്ത് കൃഷ്ണന്റെ ദേഹത്ത് തളിച്ചു. അതിനുശേഷം മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ കൃഷ്ണനിലേക്ക് ആ ജലാഭിഷേകം നടത്താൻ തുടങ്ങി. അവിടെ അന്തരീക്ഷം മുഴുവനും ജയ ജയ വാസുദേവ, ജയ ജയ വാസുദേവ, ജയ ജയ നാരായണ, ജയ ജയ നാരായണ, ജയ ജയ ശ്രീകൃഷ്ണ, ജയ ജയ ശ്രീകൃഷ്ണ, ജയ ജയ ശ്രീകൃഷ്ണ. അന്തരീക്ഷം മുഴുവനും മുഖരിതമായി. ജരാസന്ധൻ പല്ലുകൾ റുമുകയായിരുന്നു. ദമഘോഷൻ അത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ജരാസന്ധൻ അല്പം മാറി ശാന്തത മുഖത്ത് വരുത്തിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. അന്തരീക്ഷത്തിൽ എല്ലാ ജനങ്ങളും ഒന്നടങ്കം നാരായണ നാരായണ ജയ ജയ വാസുദേവ വിളികൾ കൊണ്ട് മുഖരിതമായി. ഈ അസാമാന്യമായ കൃത്യം കാണാൻ ആകാശത്ത് ദേവന്മാര് പോലും അണിനിരന്നു. സാക്ഷാൽ വാസുദേവൻ, സാക്ഷാൽ നാരായണനിത അഭിഷിക്തമെന്ന കർമ്മം നടത്തുകയാണ്. അങ്ങനെ അഭിഷിക്തമെന്ന കർമ്മം അതിമനോഹരമായി കൊണ്ടാടി. അന്നത്തെ ദിവസമായിരുന്നു രുക്മിണി ദേവിയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. ആ കാര്യം പോലും ജനങ്ങൾ മറന്നുപോയി. കൃഷ്ണനെ അവർ ആരാധിച്ചു തുടങ്ങി, സകലരും ആരാധിച്ചു തുടങ്ങി. രുക്മിണി ഒരു പുഞ്ചിരിയോടുകൂടി സുഹൃത എടുത്ത് പറഞ്ഞു, നോക്കൂ, കള്ളകൃഷ്ണനാണ്, ഇന്നാണ് എൻ്റെ വിവാഹം നടക്കേണ്ടത്. അതവൻ മുടക്കി എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം അവൻ ദാണ്ടെ അഭിഷിക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് വൈകുന്നേരം സന്തോഷപൂരകമായിട്ട് കൗശികൻ ഒരു വലിയ സദ്യ ഒരുക്കി. എല്ലാവരും സദ്യയ്ക്ക് വന്നു. രാജാക്കന്മാർക്ക് പ്രത്യേകം ഇരിപ്പിടം. ജരാസന്ധ ചക്രവർത്തിയും അതിനായിട്ട് വന്നു. ജരാസന്ധ ചക്രവർത്തി മധ്യത്തിലിരുന്നു. അപ്പുറം കൗശികൻ, ഇപ്പുറം രുക്മിണി ദേവിയുടെ പിതാവ് ഭീഷ്മകൻ, അതിൻ്റെ അടുത്ത് ദമഘോഷൻ അങ്ങനെ ഇരുന്നു. അതിന് താഴെ എതിർവശത്തായിട്ട് രണ്ടാം നിരയിലാണ് രാജാവല്ലാത്ത കൃഷ്ണനും കൂട്ടർക്കുമുള്ള ഇരിപ്പിടം. അവിടെ കൃഷ്ണനും സാത്യകിയും ഉദ്ധവനും ശ്വേതകേതുവും ഇരുന്നു. അതേ അന്തഃപുരത്തിലെ സുന്ദരികളായ യുവതികള്, രത്നമാലകൾ അണിഞ്ഞ യുവതികൾ വന്ന് ആഹാരങ്ങൾ സ്വന്തം കൈകൊണ്ട് വിളമ്പാൻ തുടങ്ങി. ഒടുവിൽ പായസവുമായി രുക്മിണി ദേവി വന്നു. രുക്മിണി ദേവി വളരെ ബഹുമാനത്തോടെ ഓരോരുത്തർക്കും പായസം വിളമ്പി. ഒടുവിൽ രുക്മിണി കൃഷ്ണന്റെ അടുത്തെത്തിയപ്പോൾ രുക്മിണിയുടെ കൈകൾ വിറച്ചു. രുക്മിണിയുടെ കാലുകൾ ഒന്നിടറിപ്പോയി. ആ പായസം മൊത്തമായ ഇലക്കകത്തേക്ക് വീണു. രുക്മിണിയുടെ ദേഹം തളർന്ന് മോഹാലസ്യപ്പെട്ട് കൃഷ്ണന്റെ പുറത്തേക്ക് വീണു. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. കൃഷ്ണന്റെ തോളത്തേക്ക് രുക്മിണി വീണു. ആ തോളത്ത് കിടക്കുന്ന രുക്മിണിയുമായിട്ട് കൃഷ്ണൻ എഴുന്നേറ്റു. എല്ലാവരും എന്തു വേണമെന്നറിയാതെ നിൽക്കുകയാണ്. കന്യകയാണ് സ്പർശിച്ചിരിക്കുന്നത്, കന്യകയാണ് കൃഷ്ണൻ സ്പർശിച്ചിരിക്കുന്നത്. കൃഷ്ണൻ അവിടെ നിന്ന് തോഴിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ രുക്മിണി, ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എവിടാണ് കിടത്തേണ്ടത് നിങ്ങൾ താങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 4-5 തോഴിമാര് വന്നു. അവർ വന്ന് രുക്മിണിയെ താങ്ങിയെടുത്ത് രുക്മിണി
രുക്മിണിയെ പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് കൗശികൻ പറഞ്ഞു, കൃഷ്ണ ക്ഷമിക്കണം, നിന്റെ ഇല മുഴുവനും പായസമായല്ലോ, അത് സാരമില്ല, അങ്ങെന്തും എനിക്ക് വയറ് നിറച്ചാണല്ലോ തരുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണൻ ചിരിച്ചു. ജരാസന്ധൻ പല്ലുകൾ ഇറുമി. അവൻ രുക്മിണിയെ തൊട്ടിരിക്കുകയാണ്. ഒരാചാരമനുസരിച്ച് കന്യകയെ തൊടുന്നവൻ വിവാഹം കഴിക്കാം. ഇവൻ അതും പറഞ്ഞിനി വരുമോ എന്നുള്ളതാണ് ചിന്ത. ഈ സമയത്ത് രുക്മിണി ദേവിയുടെ അടുക്കൽ സുഹൃത മാത്രമായി. അല്പം വെള്ളം തെളിച്ചു കഴിഞ്ഞപ്പോൾ രുക്മിണിയുടെ മോഹാലസ്യം പോയി. തോഴിമാര് പിരിഞ്ഞു പോയപ്പോൾ സുഹൃത മാത്രമായി. അതായത് രുക്മിണിയുടെ സഹോദരന്റെ ഭാര്യയായ സുഹൃത വന്നിട്ട് പറഞ്ഞു, രുക്മിണി കള്ളി, നീ മനഃപൂർവ്വം കാലുടക്കി എന്നും പറഞ്ഞ് വീണതല്ലേ? കൃഷ്ണന്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട്, അവന്റെ ദേഹത്ത് തൊടാൻ വേണ്ടി, ദേഹത്ത് തൊട്ടവൻ പെണ്ണിനെ കെട്ടണോ എന്നുള്ള ആഗ്രഹം, നീ അതുകൊണ്ട് മനഃപൂർവ്വം വീണതല്ലേ? അപ്പൊ രുക്മിണി ദേവി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതേല്ലോ, ഞാൻ മനഃപൂർവ്വം തന്നെ വീണതാണ്, എനിക്കൊരു മോഹാലസ്യവും ഇല്ലായിരുന്നു, ഞാൻ അഭിനയിച്ചതാണ്. സുഹൃത പറഞ്ഞു, നാണമില്ലാത്തവള് നീ. അതെ, എനിക്ക് നാണമില്ലല്ലോ. ഇവിടെ എത്ര നേരമായി ഞാൻ ഗോവിന്ദന്റെ തോളത്ത് കിടന്നതെന്നറിയാമോ? എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. എന്തിനാണ് ഈ തോഴിമാരെല്ലാരും കൂടെ വന്ന് എന്നെ താങ്ങിയത്? ഗോവിന്ദൻ തന്നെ എന്നെ തോളത്തിട്ട് ഇവിടെ കൊണ്ട് കിടത്തില്ലായിരുന്നോ? സുഹൃത പറഞ്ഞു, ദേ നിനക്ക് ഞാനൊരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, ദേ നോക്കൂ, ആ കൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞത്? എന്നിട്ട് രുക്മിണി ദേവി കൃഷ്ണന്റെ ശബ്ദം അനുകരിക്കുന്നിടത്ത് കണക്ക് വന്നു, ഞാൻ ഇവിടെ വന്നത് കന്യകയെ നേടാനല്ല, ഞാനേ അതിൻ്റെ മറുപടി കൊടുത്തേത്. ഞാൻ ഒരു പാത്രം പായസം കൊടുത്തിട്ട് പറഞ്ഞത്, ഞാൻ ഇവിടെ വന്നത് കൃഷ്ണ അങ്ങയെ നേടാനാണെന്നാണ്. സുഹൃത ചിരിച്ചു, നീ കൂർമ്മ ബുദ്ധിക്കാരി തന്നെ, സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ രുക്മിണി പറഞ്ഞു, ത്രിവക്ര എവിടെ? എനിക്ക് ത്രിവക്രയെ കാണണം. അപ്പോ സുഹൃത പോയി ത്രിവക്രയെ വിളിച്ചു കൊണ്ടുവന്നു. ത്രിവക്രയോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ സന്ദേശം കൃഷ്ണനെ അറിയിക്കണം. കൃഷ്ണൻ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ കൃഷ്ണൻ ഇവിടം വിടുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും. എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ത്രിവക്ര പറഞ്ഞു, ഞാൻ കൃഷ്ണനോട് സംസാരിക്കാം. ത്രിവക്ര ഇറങ്ങി. അപ്പൊ സുഹൃത വന്നിട്ട് ചോദിച്ചു, രുക്മിണി നീ കാര്യമായിട്ടാ പറഞ്ഞത്? രുക്മിണി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. എനിക്കറിയാം ഗോപാലൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ അടുക്കലേക്ക് വരികയുള്ളൂ, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. പക്ഷേ ഗോപാലനല്ലാതെ വേറൊരാളെൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വന്നാൽ അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തെന്നിരിക്കും. ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അപ്പൊ ത്രിവക്ര വന്നിട്ട് കൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണ, രുക്മിണി ദേവി ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, മറ്റൊന്നുമായിട്ട് നീ വരുത്തില്ലല്ലോ, അതെനിക്കറിയാം. എന്താണ്? നോക്കൂ, രുക്മിണി ദേവി പറയുന്നത്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് രുക്മിണി ദേവിക്ക് ഒരു ഉറപ്പ് കിട്ടണം. ആ രുക്മിണിയെ വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കും. കൃഷ്ണ, ഇത് കളിയല്ല. കൃഷ്ണ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കും ഒരു സ്ത്രീ വേണ്ടേ? നീ സ്നേഹിക്കണ്ടേ? നിനക്ക് ഈ രാജ്യത്തിനായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനും ജരാസന്ധനെ എതിരിടാനും അത് സഹായിക്കില്ലേ കൃഷ്ണ? കൃഷ്ണൻ ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു, ത്രിവക്രേ, ഞാൻ ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. ത്രിവക്രയ്ക്ക് അറിയാമോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സ്വസ്ഥതയുള്ള നിമിഷമില്ല. ഏത് സമയത്തും ഞാൻ ആക്രമിക്കപ്പെടാം. എന്നു മാത്രവുമല്ല, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളെ കൊണ്ട് എന്ന് സ്വസ്ഥമായി താമസിപ്പിക്കാൻ എനിക്കൊരു കൊട്ടാരം പോലുമില്ല. ത്രിവക്രേ, ഞാൻ പറയുന്നത് അവളോട് പറയൂ. ഈ കൃഷ്ണന് സ്വന്തമായിട്ടൊരു കൊട്ടാരം ഉണ്ടാകുന്ന കാലം, ആ കൊട്ടാരം ഉണ്ടാകുന്ന കാലം വരെയും ഒരു സ്ത്രീയെ പാർപ്പിക്കാൻ ഒരു വീട്, അത് കൃഷ്ണൻ ഉണ്ടാകുന്ന കാലം വരെയും കൃഷ്ണൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. ഒരു പെണ്ണിനെയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കില്ല.
അതിനു മുമ്പ് രുക്മിണിക്ക് ഇഷ്ടമുള്ള വരനെ നേടാം. അതല്ല, അവൾ കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായും എനിക്ക് സ്വന്തമായൊരു കൊട്ടാരമായി കഴിയുമ്പോൾ അവളെ ഞാൻ വന്ന് കൊണ്ടുപോകുമെന്ന് പറയൂ ത്രിവക്രേ. ത്രിവക്ര തുള്ളിച്ചാടിപ്പോയി. അപ്പോൾ കൃഷ്ണൻ ഒരു തേങ്ങൽ കേട്ടു. കൃഷ്ണ, നീ എന്നെ മറന്നു. കൃഷ്ണ, നീ എന്നെ മറന്നു. കൃഷ്ണൻ തൻ്റെ കണ്ണുകൾ അടച്ചു. താനിരുന്ന ആ സിംഹാസനത്തിൽ കൃഷ്ണൻ ഇങ്ങനെ ശിരസ്സു ചേർത്തിട്ട് പറഞ്ഞു, ഇല്ല രാധേ, ഇല്ല, ഞാൻ ധർമ്മം സ്ഥാപിക്കാനുള്ള ഓട്ടമാണ്. ജരാസന്ധനെ വധിക്കണമെങ്കിൽ കുണ്ഠിനപുരവുമായുള്ള സൗഹൃദം അത്യാവശ്യമാണ്. ഭോജരാജൻ അത്യാവശ്യമാണ്. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ രുക്മിണി വേണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ മറന്നിട്ടില്ല രാധേ. പക്ഷേ അപ്പോഴും കൃഷ്ണൻ ആ തേങ്ങൽ കേട്ടു. നെഞ്ചു പൊടിയുന്ന തേങ്ങല്. കൃഷ്ണ, നീ നാരായണനല്ലേ? നിനക്ക് ആരുടെയും സഹായമില്ലാതെ ധർമ്മം സ്ഥാപിച്ചുകൂടെ? എന്തിനാ കൃഷ്ണ നീ എന്നെ പ്രണയിച്ചത്? എന്തിനാ കൃഷ്ണ നീ എനിക്ക് ആഗ്രഹങ്ങൾ തന്നത്? എന്തിനായിരുന്നു കൃഷ്ണ അതെല്ലാം? നിനക്ക് സ്വയം ഒറ്റയ്ക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കാനുള്ള സഹായമുണ്ട്. രുക്മിണിയുടെ സഹായം എന്തിനാണ് എനിക്ക് മോഹങ്ങൾ തന്നത് കൃഷ്ണ? ആ തേങ്ങലുകൾ കൃഷ്ണന്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. കൃഷ്ണന്റെ കണ്ണുകളും നിറഞ്ഞു. എന്തു പറയണമെന്നറിയാതെ കൃഷ്ണൻ നിശ്ചലനായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വരുന്നു, കൃഷ്ണ, നീ എന്തിനാണ് എനിക്ക് ആ ഓടക്കുഴൽ തന്നത്? അങ്ങനെയെങ്കിൽ നീ അത് തിരിച്ചെടുക്കൂ കൃഷ്ണ. നീ അത് തിരിച്ചെടുത്ത് രുക്മിണിക്ക് കൊടുക്കൂ. നീ രുക്മിണിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ എനിക്കെന്തിനാണ് കൃഷ്ണ ഈ ഓടക്കുഴല്? കൃഷ്ണൻ മനം നൊന്ത് വിളിച്ചു, രാധേ, നിനക്കെന്നെ മനസ്സിലാകുന്നില്ല, എനിക്ക് നിന്നെയും മനസ്സിലാകുന്നില്ല രാധേ. കൃഷ്ണൻ കണ്ണുകൾ ഇറുകിയടച്ചിങ്ങനെ കിടന്നു. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി. ഈ സമയത്ത് ത്രിവക്ര രുക്മിണിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, രുക്മിണി, കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, കൃഷ്ണൻ ഇപ്പോൾ താമസിക്കാൻ സ്വന്തമായിട്ടൊരു കൊട്ടാരമില്ല, ഒരു വസതിയില്ല. ആ വസതി ഉണ്ടാകുന്നത് വരെ രുക്മിണി ദേവി കാത്തിരിക്കുമെങ്കിൽ കൃത്യമായിട്ടും വന്നിരിക്കും നിന്നെ കൊണ്ടുപോകാൻ, നിന്നെ വിവാഹം കഴിക്കാൻ. രുക്മിണി ദേവി ത്രിവക്രയെ പൊക്കിയെടുത്തുകൊണ്ട് ചുറ്റിക്കറങ്ങി ത്രിവക്രയ്ക്ക് തുരുതുര ഉമ്മ കൊടുത്തിട്ട് രുക്മിണി ദേവി പറഞ്ഞു, കൃഷ്ണനെ എനിക്ക് കിട്ടി. പണ്ടേ ഞാൻ പറഞ്ഞതാണ്, മുമ്പേ ഞാൻ പറഞ്ഞതാണ്. രാധയുടെ പ്രണയം കൃത്യമായി കാണുന്നവർക്കറിയാം, ഓർമ്മയില്ലേ? മുമ്പേ പറഞ്ഞതാണ്. രാധയുടെ കയ്യിൽ നിന്ന് കൃഷ്ണനെ ഞാൻ തട്ടിയെടുക്കും. ത്രിവക്രേ, ഞാൻ പറഞ്ഞിരുന്നതാണ് ഒരു പാൽക്കാരി പെണ്ണിനുള്ളതല്ല കൃഷ്ണൻ. ആ പാൽക്കാരി പെണ്ണിനേക്കാൾ മേന്മയുണ്ട് എനിക്ക്. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിയെടുക്കും എന്ന് ഞാൻ അന്ന് മനസ്സിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇതാ ഞാൻ ആ വാക്കു പാലിച്ചിരിക്കുന്നു. രാധയുടെ കയ്യിൽ നിന്ന് ഞാൻ കൃഷ്ണനെ തട്ടിയെടുത്തിരിക്കുന്നു. രുക്മിണി ജയിച്ചു, രാധ തോറ്റു. കൃഷ്ണൻ രുക്മിണിയുടെ സ്വന്തം. രാധയിൽ നിന്ന് കൃഷ്ണനെ ഞാൻ അടർത്തി മാറ്റി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു വെള്ളിടി വെട്ടി, അതിഭയങ്കരമായ വെള്ളിടി വെട്ടി. ആ വെള്ളിടിയിൽ രുക്മിണി ബോധശൂന്യയായി നിലംപതിച്ചു. കൃഷ്ണൻ ഇരുന്ന സിംഹാസനം അതാടി ഉലഞ്ഞു. വീണ്ടും ഒരു വെള്ളിടി വെട്ടി. കൃഷ്ണൻ ആ സിംഹാസനത്തിൽ നിന്ന് മറിഞ്ഞു വീണു. അവിടെ ആകെ കുലുങ്ങി. മൊത്തത്തിലൊരു അപശകുനം പോലെ. ആ സമയത്ത് വിദർഭയിലെ ജനങ്ങൾ ഒന്നടങ്കം കേൾക്കുകയാണ്, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ.
ശ്രീ രാധേ രാധേ. രാധയുടെ പ്രണയം സംഭവ ബഹുലമാണ്. രാധയുടെ കയ്യിൽ നിന്നിതാ രുക്മിണി ദേവി കൃഷ്ണനെ തട്ടിയെടുത്തിരിക്കുകയാണ്. കൃഷ്ണനെ തട്ടിയെടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ഒരു വെള്ളിടി വെട്ടി, വീണ്ടും ഒരു വെള്ളിടി വെട്ടി. കോരിച്ചൊരിയുന്ന മഴ, കോരിച്ചൊരിയുന്ന മഴ. എന്തു ചെയ്യണമെന്നറിയാതെ ജനം പരിഭ്രാന്തരായി, എന്തു ചെയ്യണമെന്നറിയാതെ ജനം പരിഭ്രാന്തരായി. എന്തൊക്കെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ സമയത്ത് ഓരോ മനുഷ്യരും കേൾക്കുകയാണ്. അവിടുള്ള പലർക്കും അറിയില്ല രാധ ആരാണെന്ന്. പക്ഷേ അന്തരീക്ഷത്തിൽ നിന്ന് അവരെല്ലാവരും കേൾക്കുന്നു. കൃഷ്ണൻ വ്യക്തമായി കേൾക്കുന്നു. അബോധാവസ്ഥയിൽ, അബോധാവസ്ഥയിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന രുക്മിണിയും കേൾക്കുന്നു. രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ. രാധയുടെ പ്രണയം തുടരുന്നു. അടുത്ത ചൊവ്വാഴ്ച വീണ്ടും വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.